ഞാൻ ഈ വിവാദത്തിലേക്കില്ല. ആദ്യം തന്നെ ഞാനിത് സ്വപ്നം തീരെ മണഞ്ഞു എന്ന് ചോദിച്ചാൽ സ്വപ്നം തീരെ മണഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അരുൺ, എന്താണെന്നറിയോ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ്. ഇന്ത്യയിലല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ്. 24 അടി ആഴമാണ്. 24 മീറ്ററാണ് അതിൻ്റെ ആഴം. 24 മീറ്റർ എങ്ങനെയാണ്? 24 മീറ്റർ അടിഭാഗം പാറയാണ്, കിഴക്കാൻ തൂക്കായ പാറയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പോൾ കുറച്ച് നാൾ ഡ്രെഡ്ജിങ് നടന്നു. അപ്പോൾ ആ പാറ ലെവൽ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പം അത് ഒരിക്കലും ഡ്രെഡ്ജ് ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ്. ഡ്രെഡ്ജ് ചെയ്യുമ്പോൾ മണ്ണെടുത്ത് മാറ്റണം, മണലെടുത്ത് മാറ്റണം, അങ്ങനെയുള്ള വളരെ നിരവധി പ്രശ്നങ്ങളാണ്. ഇപ്പോൾ കൊച്ചി തുറമുഖത്ത് സംഭവിച്ചത് അതാണ്. ഡ്രെഡ്ജിങ്ങിനെ ഭയങ്കരമായിട്ട് ബാധിച്ചു. അത് ഭയങ്കര എക്സ്പെൻസിലേക്ക് വരുന്നു. അത് ആ തുറമുഖ കമ്പനിക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. പക്ഷേ അദാനിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഴം കൂടിയ തുറമുഖത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? നമ്മുടെ ഇന്ത്യയിൽ ഒരു തുറമുഖങ്ങളിലും മദർഷിപ്പ് വരുന്നില്ല എന്നുള്ളതാണ്. ഒരു തുറമുഖത്തും മദർഷിപ്പ് വരുന്നില്ല. 10,000 ഈ 20 ഫീറ്റും 40 ഫീറ്റും കണ്ടെയ്നറുകളാണ്. 2 സൈസ് കണ്ടെയ്നറുകളാണ് ആകെയുള്ളത്, 20 ഫീറ്റും 40 ഫീറ്റും. ആ 40 ഫീറ്റ് കണ്ടെയ്നറും 40 ഫീറ്റ് ആണെങ്കിൽ 5,000-ലധികം, 20 ഫീറ്റ് ആണെങ്കിൽ 10,000-ലധികം കണ്ടെയ്നറുകൾ വരുന്ന ഷിപ്പുകളെയാണല്ലോ നമ്മൾ മദർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന മദർഷിപ്പുകൾ വരുന്ന ഏക തുറമുഖമായിരിക്കും ഇന്ത്യയിലേത്. അപ്പം ഇന്ത്യയിലെ തന്നെ പറയും, കേരളത്തിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ വേറെ സംസ്ഥാനങ്ങളിലെ, ഇന്ത്യയിലെ തന്നെ ഏക തുറമുഖമാണ്. അത് കൂടാതെ നമുക്ക് ഏതാ തുറമുഖം അടുത്തുള്ളത്? ആകെയുള്ളത് കൊളംബോ മാത്രമാണ്. അപ്പോൾ ഇന്ത്യയിൽ ആകെ വരുന്ന ഷിപ്പുകൾ ഏതൊക്കെയാണ്? ട്രാൻസിറ്റ് ഷിപ്പുകളാണ്. എന്ന് പറഞ്ഞാൽ 1000-ൽ താഴെ വരുന്ന കണ്ടെയ്നറുകൾ കൊണ്ടുവന്ന ഷിപ്പുകൾ മാത്രമേ ഇപ്പോൾ ഇന്ത്യയിൽ എടുക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ അദാനിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വരുമാന മാർഗ്ഗമാണ്. വലിയ വരുമാനം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വരുമാന മാർഗ്ഗമേ അല്ല. അതിന് കാരണം എന്താണ്? ഇത്രയധികം ഷിപ്പുകൾ. അതിനേക്കാൾ വലിയൊരു കാര്യം എന്താണ്? ഈ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്നും 18 കിലോമീറ്റർ മാത്രമേ ഇതിൻ്റെ ഡിസ്റ്റൻസ് ഉള്ളൂ. 18 കിലോമീറ്റർ മാറിയാൽ നമ്മുടെ വിഴിഞ്ഞം തുറമുഖമായി. അത്ര അടുത്തെന്ന് പറഞ്ഞാൽ 2-2.5 മണിക്കൂർ കൊണ്ട്. കാരണം ഈ ഷിപ്പ് അടുപ്പിക്കുമ്പോൾ എന്ത് പറയുന്നു, ഈ നമ്മുടെ തുറമുഖത്തിൻ്റെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ എത്തിക്കഴിയുമ്പോൾ ഷിപ്പ് ഓഫാക്കുകയാണ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ തള്ളിക്കൊണ്ട് വരിക, ഈ മദർ ഷിപ്പുകളെല്ലാം തള്ളിക്കൊണ്ട് വരികയാണല്ലോ ചെയ്യുക. അങ്ങനെ തള്ളിക്കൊണ്ട് വരുന്ന ഷിപ്പുകൾ വളരെ സമയമെടുക്കും. എന്ന് പറഞ്ഞാൽ ഓരോ കപ്പൽ ചാലിൽ നിന്നും സാധാരണ തുറമുഖങ്ങളിൽ 80 കിലോമീറ്റർ, 120 കിലോമീറ്റർ, 300, 500 കിലോമീറ്റർ വരെ ഡിസ്റ്റൻസിലുള്ള തുറമുഖങ്ങളുണ്ട്. അതിങ്ങനെ തള്ളിക്കൊണ്ട് വരുമ്പോൾ 1 ദിവസമോ 2 ദിവസമോ 3 ദിവസം എടുക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഈ പറയുന്ന 20,000 തുടങ്ങി 25,000 വരെ അല്ലെങ്കിൽ 10,000-ന് മേലെ വരുന്ന ഈ കണ്ടെയ്നറുകൾ വഹിച്ചുകൊണ്ട് പോകുന്ന ഷിപ്പുകൾ അധികം ഇങ്ങനെ ട്രാൻസിറ്റ് തുറമുഖങ്ങളിൽ കയറാറില്ല. അത് നേരെ പോവുക ചെയ്യുക. ഈ 18 കിലോമീറ്റർ ഡിസ്റ്റൻസിൻ്റെ ബെനിഫിറ്റ് എന്താ? ഒരു 500 കണ്ടെയ്നറോ അല്ലെങ്കിൽ 200 കണ്ടെയ്നറോ ഇറക്കാൻ പറ്റിയ മദർ ഷിപ്പുകൾ വരെ വേഗം ഇവിടെ വന്ന് ഈ ഷിപ്പുകൾ ഇറക്കി വെച്ച് പോകും. അങ്ങനെ വരുന്ന സമയങ്ങളിൽ എല്ലാ ഷിപ്പുകളും, അപ്പോൾ ഒരു ഉദാഹരണം എന്താണ്? ഒരു ഷിപ്പിംഗ് കമ്പനിക്ക് ഒരു ട്രാൻസിറ്റ് ഷിപ്പിൽ എന്ന് പറഞ്ഞാൽ 1000 കണ്ടെയ്നറുകളിൽ താഴെ മാത്രം വരുന്ന കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ഷിപ്മെൻറ്റ് കപ്പലുകളെ വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് $25,000 അല്ലെങ്കിൽ 25,000 രൂപയാണെന്ന് വെക്കുക ഉദാഹരണം. ഈ പറഞ്ഞ 20,000, 25,000 വരുന്ന കണ്ടെയ്നർ വരുന്ന ഷിപ്മെൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ 1000 രൂപ, 1,500 രൂപയേ വരുള്ളൂ ഒരു ഈ ഷിപ്പിംഗ് കമ്പനികൾക്ക്. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ കണ്ടെയ്നറുകളെല്ലാം, ഈ പറഞ്ഞ ഡൽഹിയിൽ നിന്നായിക്കോട്ടെ, ഗുജറാത്തിൽ നിന്നായിക്കോട്ടെ, എല്ലാ കണ്ടെയ്നറുകളും ഇപ്പോൾ പോകുന്നത് കൊളംബോയിലേക്കോ, സിംഗപ്പൂരിലേക്കോ, മലേഷ്യയിലേക്കോ, ദുബായിലേക്കോ ആണ്. അതിന് പകരം എന്ത് ചെയ്യും? ഈ പറഞ്ഞ സ്ഥാനങ്ങളെല്ലാം എവിടെ വരും? ഈ പറഞ്ഞ വിഴിഞ്ഞം തുറമുഖത്ത് വരും. വിഴിഞ്ഞം തുറമുഖത്ത് വരുമ്പോൾ ഫസ്റ്റത്തെ ആ പറയുന്ന സമയം, ഫസ്റ്റത്തെ ഈ പറഞ്ഞ ഘട്ടം പൂർത്തിയാകുമ്പോൾ വരുന്ന കപ്പാസിറ്റി എത്രയാണെന്നറിയോ? 10 ലക്ഷം കണ്ടെയ്നറുകളാണ്. 10 ലക്ഷം, ചെറിയ കണ്ടെയ്നറല്ല, 10 ലക്ഷം കണ്ടെയ്നർ. അതിൽ 20% യൂസ് ചെയ്യാൻ പോകുന്ന ആരാ? സൗത്ത് ഇന്ത്യയുടെ ആഭ്യന്തര ആവശ്യങ്ങൾക്കാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന കണ്ടെയ്നറാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ എക്സ്പോർട്ടിങ്, ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടിങ്. കാരണം ഇന്ത്യയാണ് വലിയ രാജ്യമാണ്. ഇന്ത്യയിൽ നിന്ന് പോകുന്ന എക്സ്പോർട്ടുകൾ മുഴുവൻ പോകുന്നത് ഈ പറഞ്ഞ 1000-ലധികം വരുന്ന ചെറിയ കണ്ടെയ്നർ കയറ്റുന്ന ഈ പറയുന്ന ഷിപ്പുകളിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് 10,000 അല്ലെങ്കിൽ 25,000 വരുന്ന കണ്ടെയ്നർ കയറ്റുന്ന ഷിപ്മെൻറ്റിലേക്ക് വരുന്ന ട്രാൻസിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് എന്താണ്? ഈ പറയുന്ന 6 മാസമോ 8 മാസമോ 1 വർഷമോ കഴിയുമ്പോൾ ഈ പറഞ്ഞ ഗുജറാത്തിൽ നിന്നും, ഡൽഹിയിൽ നിന്നും, ഹൈദരാബാദിൽ നിന്നും, ബാംഗ്ലൂരിൽ നിന്നും, മൈസൂരിൽ നിന്നും ഒക്കെ എങ്ങനെ വരും? ലോറികൾ ഇങ്ങോട്ട് വരാൻ പോവുകയാണ്. ഈ പറയുന്ന ലോറികൾ, അത് ഞാൻ പറയുന്നത് ഈ അദാനി ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖം ഏറ്റെടുത്തപ്പോൾ സംഭവിച്ചൊരു കാര്യം എന്താണെന്നറിയോ? ഈ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ NH 6 ലൈൻ പാത വന്നപ്പോൾ നമ്മളെന്താണ് വിചാരിച്ചത്?
കേന്ദ്രം സർക്കാർ കേരളത്തിന് കനിഞ്ഞണിങ്ങിയ പാത എന്നുള്ളതാണ്. അങ്ങനെയല്ല ഇത് സംഭവം. എന്താണ്, കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഈ റോഡ് വന്നില്ലെങ്കിൽ അദാനി ഇവിടെ പോർട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം എന്താണ്, ഒരു ഷിപ്പ് വരുമ്പോൾ 20,000 കണ്ടെയ്നർ ഇറക്കി ഈ പറയുന്ന ബർത്തിൽ വെക്കും. ആ 20,000 കണ്ടെയ്നർ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? ഒരു ലോറിയിൽ ഒരു കണ്ടെയ്നറേ പോകുള്ളൂ. നമുക്ക് 10 കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുമല്ലോ. ഒരു ലോറിയിൽ ഒരു കണ്ടെയ്നർ വെച്ച് പോകണം. അപ്പോൾ ഒരു ഷിപ്പ് വന്ന് ഇറങ്ങിയാൽ അത് 20% 25% ആഭ്യന്തര ഉൽപ്പാദനത്തിനുള്ള ആഭ്യന്തര ആവശ്യങ്ങൾക്കുള്ള കണ്ടെയ്നറാണ് വരുന്നതെങ്കിൽ ഈ 20,000 2500 തുടങ്ങി 5000 ഒരു ഷിപ്പിൽ നിന്നും 20,000 ഇറക്കി വെച്ചാൽ അതിൽ 5000 കണ്ടെയ്നർ ഇപ്പോൾ റോഡ് മാർഗ്ഗമാണ്. ഈ റോഡ് മാർഗ്ഗം കാസർഗോഡ് വഴിയോ അല്ലെങ്കിൽ പറയുന്ന കോയമ്പത്തൂർ വഴിയോ വേണം പോകാൻ. നമുക്ക് വേറെ മാർഗ്ഗങ്ങളില്ലല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ നാഷണൽ ഹൈവേ ആദ്യം വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം എയർപോർട്ട് ഓൾറെഡി അദാനിക്ക് കൊടുത്തത് എന്താണ്? അദാനി വേറൊരു കാര്യം എന്താ, ഈ പറഞ്ഞ എയർപോർട്ടിൻ്റെ വ്യത്യാസം എന്താണ്? ഈ പറഞ്ഞ ഷിപ്പിംഗ്, ലോകത്തുള്ള ഷിപ്പിംഗ് കമ്പനികൾ മുഴുവൻ എവിടെയായിട്ട് ബന്ധപ്പെടും? ഈ പറഞ്ഞ വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെടും. അപ്പോൾ വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ പറഞ്ഞ തിരുവനന്തപുരം എയർപോർട്ടിൽ ഉണ്ടാകുന്ന ട്രാഫിക്ക് ചെറുതല്ല, വലിയ രീതിയിൽ ട്രാഫിക്കാണ്. അത് ഏതൊക്കെ രീതിയിലാണ്? ഷിപ്പിംഗ് കമ്പനികൾ, ഷിപ്പിംഗ് ഏജൻസികൾ, കസ്റ്റംസ് ക്ലിയറൻസ്, ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് വിഴിഞ്ഞത്ത് നടക്കാൻ പോകുന്നത്. ഇത് മുഴുവൻ എങ്ങനെയാണ് പിന്നെ ട്രാഫിക്ക് വരുന്നത്? ഇതാരും ഇവിടുന്ന് ട്രെയിൻ കയറി ബസ്സിൽ കയറി വരുന്ന ആൾക്കാരല്ല ഈ പറഞ്ഞ വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്നത്. മുഴുവൻ ഫ്ലൈറ്റിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ എന്തായി? രണ്ടാമത്തെ കാര്യം, തിരുവനന്തപുരം എയർപോർട്ട്, അവിടെയും അത് ആരുടെ അടുത്താണ്? അദാനിൻ്റെയിലാണ്. അതും വലിയ മാറ്റമാണ്. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും അദാനിയും കൂടെ കൊണ്ടുവരുന്ന ഈ പറഞ്ഞ വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റും. എങ്ങനെയാണ് മുഖച്ഛായ മാറ്റിയത്? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ റോഡ് വന്നു, വലിയ രീതിയിലുള്ള മുഖച്ഛായ മാറ്റി. തിരുവനന്തപുരം എയർപോർട്ട് ഡെവലപ്പാവും, അത് വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തും. ഇനി അങ്ങോട്ട് ഞാൻ പറയുന്നത് എൻ്റെ അറിവ് അനുസരിച്ചിട്ടാണ് 1500-ലധികം റൂമുകൾ മാത്രമേ തിരുവനന്തപുരമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ എല്ലാ ഹോട്ടലും കൂടെ കൂട്ടിയാൽ 1500-ലധികം റൂമുകളില്ല ഹോട്ടലുകളിൽ. ഈ പറഞ്ഞ 1500 5000 റൂമുകൾ മതിയാവാതാവും തിരുവനന്തപുരത്ത്. എവിടെ വളരും? ടൂറിസം നമ്മൾ പറയുന്നതിന് അപ്പുറത്തേക്ക് വളരും. കാരണം നമ്മുടെ തിരുവനന്തപുരത്ത് എത്ര 5 സ്റ്റാർ ഹോട്ടലുണ്ട്? 3, 4, 5, 5-ൽ കൂടുതലില്ലാന്ന് എൻ്റെ അഭിപ്രായം. 5-ൽ കൂടുതലില്ലാത്ത 5 സ്റ്റാറുകൾ ഹോട്ടലുകൾ അവിടെ വന്നേ മതിയാവൂ. കാരണം ഈ പറഞ്ഞ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ സംവിധാനങ്ങൾ, ഞാൻ പറഞ്ഞത് വെറുതെ നമ്മൾ ആലോചിച്ചാൽ മതി. ഒരു 25,000 30,000 ലോറികൾ വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓരോ മിനിറ്റിലും ഓരോ ലോറി പോകും. ഓരോ മിനിറ്റിലും നാഷണൽ ഹൈവേയുടെ ഓരോ കണ്ടെയ്നറുമായിട്ട് ലോറികൾ പോകും. അങ്ങനെ വരുന്ന ആൾക്കാരെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ സ്ഥലമുണ്ടോ? അങ്ങനെ വരുന്ന ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലമുണ്ടോ? ഈ പറഞ്ഞ ഷിപ്പിംഗ് കമ്പനികളെ എവിടെ അക്കോമഡേറ്റ് ചെയ്യും? ഇതൊന്നും അദാനി ചെയ്യാൻ പോകുന്നില്ല. അദാനീൻ്റെ ആവശ്യം എന്താണ്? ഈ പറഞ്ഞ ഷിപ്പ് അടുപ്പിക്കുന്നു, ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അദാനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. സർക്കാർ ഇതിന് പ്ലാൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, റിംഗ് റോഡ് ഉണ്ടാക്കിയിട്ടുണ്ടോ? നമ്മളിപ്പോൾ നോക്കുമ്പോൾ റിംഗ് റോഡില്ല. നാഷണൽ ഹൈവേ ഇങ്ങനെ വരും, നാഷണൽ ഹൈവേയിലേക്ക് റിംഗ് റോഡ് വേണം, സ്റ്റെപ്സ് പോലെയുള്ള സംവിധാനങ്ങൾ വരണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതാണ് സർക്കാർ ഡെവലപ്പ് ചെയ്യാൻ പോകേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി പറയുന്ന സർക്കാരിലേക്ക് ബെനിഫിറ്റ് ഉള്ളത് 15 വർഷം കഴിഞ്ഞ് അദാനി പോർട്ടിൽ നിന്ന് പൈസ കിട്ടുമെന്ന് പറയുന്ന സംവിധാനത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് 1%, 2%, 3% കുറവുള്ളൂ. 30 വർഷം കഴിയിൽ 40 വർഷം എത്തണം നമ്മുടെ കയ്യിലേക്ക് ഏത് വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പൈസ സർക്കാരിലേക്ക് കിട്ടാൻ. അതുകൂടെ ഞാൻ പറയുന്നത് അതാണ് ഇപ്പോൾ കിട്ടണം നിർബന്ധമില്ല. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അദാനിയുണ്ട്, അവരെ സപ്പോർട്ടുണ്ട്. അവരെ സപ്പോർട്ടില്ലാതെ പറയും ഇത്രയും വലിയൊരു തുറമുഖം നമുക്ക് വലുതാക്കാൻ പറ്റില്ല എന്ന് വെച്ചോളൂ. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഇപ്പം അരുണേ, നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ പറഞ്ഞ മറ്റുള്ള പശ്ചാത്തല സംവിധാനങ്ങളിൽ നിന്ന് കോടികളുടെ വരുമാനമാണ്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യുക, ടൂറിസം ഡെവലപ്പ് ചെയ്യുക, ഈ പറഞ്ഞ കമ്പനികളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ ഉണ്ടാക്കുക, അങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ ചെയ്താലേ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും കേന്ദ്രത്തിൽ പ്രൊജക്റ്റ് വെച്ചാൽ പാസ്സാവും. കാരണം എന്തുകൊണ്ടാണ്? അദാനിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അദാനീൻ്റെ കമ്പനി ഡെവലപ്പ് ചെയ്യണം, ഈ പറഞ്ഞ സാധനങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ കേന്ദ്രത്തിൽ പ്രൊജക്റ്റ് വെച്ചാൽ മതി, അത് പാസ്സാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ കേരള സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റമായിരിക്കും കാസർഗോഡ് ഈ പറഞ്ഞ വിഴിഞ്ഞത്തിന് സംഭവിക്കാൻ പോകുന്നത്. ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ മലയാളിക്ക് ഒരു മടിയുണ്ടാവില്ല. കാരണം എയർപോർട്ടിനേക്കാളും കൊച്ചി എയർപോർട്ട് നമ്മൾ കണ്ടാണല്ലോ. ഇത് ഒരു എയർപോർട്ടിൽ ഉണ്ടാവാൻ പോകുന്ന വരുമാനം എന്ന് പറയുന്നത് 300-350 കോടി. നമ്മളിപ്പോൾ കൊച്ചി എയർപോർട്ടിന് സിയാലിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ പറയാം, വളരെ കുറവ് 350 കോടി 400 കോടി അല്ലെങ്കിൽ 450 കോടിയിലാണ് അതിൻ്റെ ടേൺ ഓവർ വന്ന് നിൽക്കുക. പക്ഷേ വിഴിഞ്ഞം എത്തി നിൽക്കാൻ പോകുന്നത് 5000-10,000 കോടികളിലാണ്. ആ 10,000 കോടികൾ എന്ന് പറഞ്ഞാൽ ഒരു ഷിപ്മെൻറ്റ് നിങ്ങൾ നോക്കിയാൽ 10 ലക്ഷം ഷിപ്മെൻറ്റ് അല്ലെങ്കിൽ 10 ലക്ഷം കണ്ടെയ്നർ ഇൻറ്റു 1000 രൂപ കൂട്ടിയാൽ മതി നിങ്ങൾ.
1000 രൂപ കൂട്ടിക്കോളൂ, 10,000 രൂപ കൂട്ടിക്ക് ഏത് റേഞ്ചിലെത്തുന്നു? അതിനേക്കാളും വലിയ വ്യത്യാസം എന്താ പോകുന്നതെന്നറിയോ? നിങ്ങളിപ്പം കൊളംബോ പോർട്ടിൽ ഒരു കണ്ടെയ്നർ ഇറക്കിയോ, എവിടെയാണ് കസ്റ്റംസ് ക്ലിയറൻസ്? കൊളംബോയിലാണ്. ഇവിടെ വരുന്ന വിദേശ നാണ്യത്തിൻ്റെ എണ്ണം വലുതായിരിക്കും. ഒരു കണ്ടെയ്നർ $100 അതേ പറയാം. നിങ്ങൾ ഈ വിദേശ നാണ്യത്തിൻ്റെ വരുമാനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നത്. ഇത് മലയാളി അംഗീകരിക്കില്ല എന്നുള്ള സംവിധാനമല്ല, മലയാളി ശരിക്കും അംഗീകരിക്കും. പക്ഷേ അതിനകത്ത് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വെച്ച ഒരു കണക്കുണ്ട്. ഒരു 400 കോടി അവിടുത്തെ സാധാരണക്കാരെ പുനരധിവസിക്കാൻ വേണ്ടി 400 കോടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ 400 കോടി ഇതിൻ്റെ അകത്തുനിന്ന് വകയിരുത്തി അവരെ ബുദ്ധിമുട്ടാക്കാതെ, കാരണം ഇതൊരു വലിയ വികസനമാണ് വരാൻ പോകുന്നത്. ആ വികസനത്തിൻ്റെ അകത്ത് ആ പറഞ്ഞ മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് കഷ്ടപ്പെടുന്ന കാര്യം സത്യം പറഞ്ഞാൽ ഇല്ല. ആ സംവിധാനത്തിൽ നിന്ന് അവരെ മാറ്റി അവർക്ക് വേണ്ട പശ്ചാത്തല സംവിധാനം ഒരുക്കി കൊടുത്ത് അവർക്ക് വേണ്ട ജീവിത ശൈലികൾക്ക് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മാറ്റി കൊടുത്തിട്ട് ആ സ്ഥാനത്തെ ഡെവലപ്പ് ചെയ്താൽ ഇന്ത്യ കണ്ടതിൽ എന്ന് പറഞ്ഞാൽ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ തുറമുഖമായിരിക്കും അത് മാത്രമല്ല, അദാനിയെ പോലെ ലോകത്തിലെ 2ാമത്തെയോ 3ാമത്തെയോ കോടീശ്വരനായി നിൽക്കുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ആദ്യത്തെ 2 തുറമുഖം ഓൾറെഡി ഉണ്ട്. അദാനി ഗ്രൂപ്പിന് 2 തുറമുഖമുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ലോകത്തിൽ തന്നെ ഈ വലിയ കമ്പനികൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നായിരിക്കും വിഴിഞ്ഞം എന്നുള്ളതിൻ്റെ ഒരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് ഈ പറഞ്ഞ തീരമണഞ്ഞോ എന്നുള്ള ചോദ്യത്തിന് തീരമണഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. Meet the editors.